ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തലും ബന്ദികളുടെ നിരുപാധിക മോചനവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുഎൻ ജനറൽ അസംബ്ലിയിലെ കരട് പ്രമേയത്തിന് ഇന്ത്യയും അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുകയാണ്. അൾജീരിയ, ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ എതിർത്തു വോട്ട് ചെയ്തപ്പോൾ 23 രാജ്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. പ്രമേയത്തിൽ ഹമാസിനെ പരാമർശിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ സഖ്യകക്ഷിയായ US പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേലിൽ നടന്ന ഹമാസിന്റെ ഹീനമായ ഭീകരാക്രമണങ്ങളെയും ബന്ദികളായതിനെയും അസന്നിഗ്ധമായി നിരസിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു എന്ന ഖണ്ഡിക കൂട്ടിച്ചേർത്ത് ഭേദഗതി വരുത്തുവാനായിരുന്നു നിർദ്ദേശം. ഈ ഭേദഗതിയെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയത്. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുമുണ്ട്. വലിയ മാനുഷിക പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമം എല്ലാ സാഹചര്യങ്ങളിലും പാലിക്കപ്പെടണം. ദീർഘകാലമായി നിലനിൽക്കുന്ന പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സമാധാനപരമായ ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള ശ്രമമുണ്ട്. UN ഇന്ത്യൻ സ്ഥിരം പ്രതിനിധി രുചിര കോംബോജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: യുദ്ധമേഖലകളിലെ ഗൗരവ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് രാജ്യാന്തര സമൂഹം പ്രകടിപ്പിക്കുന്ന ഐക്യത്തെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായും അവർ പറയുന്നുണ്ട്. ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത സമാനമായ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നെങ്കിലും ഗാസ മുനമ്പിൽ മനുഷ്യത്വപരമായ സമീപനം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഗാസയിൽ വിവേചനരഹിതമായ രീതിയിൽ നടത്തിയ ബോംബാക്രമണം രാജ്യത്തിന് ഹമാസിനെതിരായി യുദ്ധത്തിനുള്ള ആഗോള പിന്തുണ നഷ്ടപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ദ്വിരാഷ്ട്ര പരിഹാരത്തിൽ നെതന്യാഹു തന്റെ നിലപാട് മാറ്റേണ്ടതുണ്ടെന്നും ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. സംഘർഷാനന്തര ഗാസ എങ്ങനെ നയിക്കുമെന്ന കാര്യത്തിൽ ബൈഡനുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് നെതന്യാഹുവും പ്രതികരിച്ചിട്ടുണ്ട്. ഇതോടെ ഇസ്രായേൽ അമേരിക്കയും പലസ്തീൻ വിഷയത്തിൽ രണ്ട് തട്ടിലായേക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ യുദ്ധമുഖത്ത് അധികകാലം പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടേറിയ കാര്യമാകും. അതേസമയം ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിലൊരാൾ യഹ്യ സിൻവാർ ആണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇയാളെ പിടികൂടാതെ യുദ്ധവിമുഖത്തു നിന്നും പിന്മാറില്ലെന്നും നെതന്യാഹു പറയുന്നുണ്ട്. ഗാസ മുനമ്പിലെ നിയന്ത്രിക്കുന്ന ഹമാസ് നേതാവാണ് സിൻവാർ. നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ തുരങ്കങ്ങളിൽ ഇസ്രായേൽ സൈന്യം പ്രധാനമായി തേടുന്ന വ്യക്തിയും യഹ്യ സിൻവാർ ആണ്. 1989 2 ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ സൈന്യത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന 2 പലസ്തീൻ സ്വദേശികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് യഹ്യ സിൻവാർ ആയിരുന്നു. ഈ സംഭവത്തിൽ ഇസ്രായേൽ സിൻവാറിനെ പിടികൂടുകയും 4 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ 22 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം 2011 ഇയാൾ ജയിൽ മോചിതനാവുകയായിരുന്നു. ഇയാൾക്ക് മാനസാന്തരം വന്നതായി അക്കാലത്ത് പരക്കെ കണക്കാക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ സിൻവാർ പലപ്പോഴും ഹമാസിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നതുമാണ്. ഗാസയിൽ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെന്ന് ഇയാൾ പലപ്പോഴായി പ്രസ്താവനകൾ നടത്തിയിരുന്നു. വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാനപൂർണമാക്കാമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കാമെന്നുമാണ് തൻ്റെ ആഗ്രഹമെന്ന് ഇയാൾ പലപ്പോഴായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. 2017 യഹ്യ സിൻവാർ ഹമാസിന്റെ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുകയെന്ന് അയാൾ അവകാശപ്പെടുകയും ചെയ്തതാണ്. യഹ്യ സിൻവാറിന്റെ ഈ പ്രസ്താവനകളും സമാധാനവാദങ്ങളും മുഖവിലക്കെടുത്തതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായത് എന്ന് കരുതപ്പെടുന്നുണ്ട്. സിൻവാർ ഗാസ മുൻപ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതായാണ് കണക്കാക്കപ്പെട്ടത്. സിൻവാറിന്റെ നേതൃത്വത്തിലുള്ള ഗാസ മുനമ്പ് സമാധാനം ആഗ്രഹിക്കുന്നതായി ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു എന്ന് വേണം പറയാൻ. ഇതോടെ ഗാസ മുനമ്പിന് പകരം ഇസ്രായേൽ പ്രതിരോധ സേന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. ഈ സാഹചര്യം മുതലാക്കിയാണ് ഒക്ടോബർ 7 ഇസ്രായേലിൽ ഹമാസിന്റെ ഭീകരാക്രമണം നടന്നത്. ആട്ടിൻതോലിട്ട ചെന്നായ ആയിരുന്നു യഹ്യ സിൻവാർ എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞില്ലെന്ന് പലയിടത്തു നിന്നും വിമർശനമുണ്ട്. ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയതിന് 1 മണിക്കൂറിന് ശേഷം യഹ്യ സിൻവാറിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു.
ബന്ദികളെ കൈമാറുന്നതിനായി ചർച്ച നടത്താം എന്നായിരുന്നു ആ സന്ദേശം. എന്നാൽ പിന്നീട് മറ്റൊരു സന്ദേശവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഇയാൾ ഗാസയിലെ തുരങ്കങ്ങളിൽ അഭയം തേടി എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി പേര് വെളിപ്പെടുത്താതെ ബങ്കറിനുള്ളിൽ കൊച്ചു ഹിറ്റ്ലർ എന്ന് പരാമർശിച്ചത് യഹ്യ സിൻവാറിനെ സൂചിപ്പിച്ചതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഗാസയിലെ എല്ലാ തുരങ്കങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന അരിച്ചു പെറുക്കുന്നത് സിൻവാറിന് വേണ്ടിയുള്ള വേട്ടയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഈ കാരണങ്ങൾ തന്നെ ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ യഹ്യ സിൻവാർ ആണെന്നാണ് ഇസ്രായേലിന്റെ വാദം. എന്നാൽ ഗാസ മുനമ്പിൽ കരയുദ്ധം ആരംഭിച്ചതു മുതൽ തങ്ങളുടെ 20 സൈനികർ സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. അബദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ വെടിയേറ്റ് സൈനികർ കൊല്ലപ്പെടുത്തിയതിനെയാണ് സൗഹൃദ വെടിവയ്പ് എന്ന് സൈന്യം വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ സൈന്യത്തിന്റെ കണക്ക് പ്രകാരം കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ 1/5 സൗഹൃദ വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരാണ്. ഓഫീസർമാരും സൈനികരും ഉൾപ്പെടെ 113 പേർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പറയുന്നത്. അതേസമയം ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെയും ഓഫീസർമാരുടെയും എണ്ണം 435 ആണ്. പലസ്തീൻ പോരാളികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിലാണ് 13 സൈനികർ കൊല്ലപ്പെട്ടത്. മറ്റ് 7 പേർ ടാങ്ക് ദേഹത്ത് കയറിയും ഇസ്രായേൽ സൈന്യം സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചും മറ്റുമാണ് കൊല്ലപ്പെട്ടത്. കരയുദ്ധത്തിൽ പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണം കൂടുതൽ, പോരാട്ടത്തിന്റെ ദൈർഘ്യവും സ്വഭാവവും, ക്ഷീണം, പ്രവർത്തന അച്ചടക്കമില്ലായ്മ, ഏകോപനമില്ലായ്മ എന്നിവയുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാലാണ് സൈനികരുടെ മരണസംഖ്യയ്ക്ക് പ്രധാന കാരണമെന്ന് ഇസ്രായേലി സൈന്യം പറയുന്നുണ്ട്. ഗാസയിൽ നിന്ന് കരയുദ്ധത്തിനെത്തിയ 11 ഇസ്രായേൽ അധിനിവേശ സൈനികരെ വധിച്ചതായി പലസ്തീനും അവകാശപ്പെടുന്നുണ്ട്. 7 ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് അഭിപ്രായപ്പെടുന്നു. ഗാസ സിറ്റിക്കടുത്ത് ശുജയ്യയിലാണ് ഷെല്ലുകളും ടാങ്കുവേദ ആയുധങ്ങളും ഉപയോഗിച്ച് ഇസ്രായേലിന്റെ 7 സൈനിക വാഹനങ്ങൾ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്ത് വന്നത്. ഗാസയിലേത് വകതിരിവില്ലാത്ത ബോംബാക്രമണമാണെന്നും ഇസ്രായേലിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാവുകയാണെന്നും ജോ ബൈഡൻ പറഞ്ഞു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ബൈഡൻ ഇസ്രായേലിനെ വിമർശിക്കുന്നത്. ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും വാഷിംഗ്ടൺ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ ബൈഡൻ പറയുകയുണ്ടായി. നെതന്യാഹു സർക്കാരിനെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് തടസ്സമാകുന്നത് ദ്വിരാജ്യ ഫോർമുലയ്ക്ക് വേണ്ടി നെതന്യാഹു ശ്രമിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തുകയുണ്ടായി. ഒക്ടോബർ 7 ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നത്. ഗാസ മുനമ്പിൽ നിന്ന് 5000-ത്തിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നീട് തുടർന്ന യുദ്ധത്തിൽ ഗാസ മുനമ്പ് പൂർണ്ണമായും നശിച്ച നിലയിലാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ 12,000-ത്തിലധികം പലസ്തീൻ പൗരന്മാർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 2.3 ദശലക്ഷം പൗരന്മാരിൽ പകുതിയും ഗാസയിലെ വീടുകൾ ഉപേക്ഷിച്ചു പോയി. യുദ്ധത്തിൽ ഹമാസ് പോരാളികളും ഇസ്രായേലും 200-ലധികം കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരെ ബന്ദികളാക്കിയിട്ടും ഇനിയും വിട്ടയച്ചിട്ടില്ല. ഹമാസ് ബന്ദികളാക്കിയവരിൽ വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ആദ്യ ദിവസം 13 ഇസ്രായേലികൾ, തായ്ലൻഡിൽ നിന്നുള്ള 10 പേർ, ഒരു ഫിലിപ്പീനോ പൗരൻ എന്നിവരുൾപ്പെടെ 24 ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു.